ഇനി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലും അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമിന് രൂക്ഷ വിമർശനം. അഖിലേന്ത്യാ പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കുന്നു എന്നതാണ് പ്രതിനിധികളുടെ വിമർശനം. കോട്ടയത്തും റഹീമിനെതിരെ വിമർശനം ഉയർന്നിരുന്നു. അഞ്ജന സുകുമാരൻ കോഴിക്കോട് നിന്ന് ചേരുന്നു. അഞ്ജന, എന്താണ് എ റഹീമിനെ മാത്രം ലക്ഷ്യം വെച്ച് ഇങ്ങനൊരു വിമർശനം? എന്താണ് പ്രത്യേകം വിമർശനമായി പ്രതിനിധികൾ ഉന്നയിക്കുന്നത്? അഞ്ജന, കേൾക്കാമോ? കേൾക്കാം ദിവിഷ്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? അല്ല, എന്തുകൊണ്ടാണ് എ റഹീമിനെതിരെ മാത്രം പ്രത്യേകം അദ്ദേഹത്തെ കോർണർ ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങൾ വരുന്നത്? എന്താണ് പ്രതിനിധികൾ ഉന്നയിക്കുന്നത്? ദിവിഷ്, ഈ ഞായറാഴ്ചയാണ് ജില്ലാ സമ്മേളനം ആരംഭിച്ചത്. റഹീം തന്നെയായിരുന്നു ഉദ്ഘാടനം ചെയ്തതും. അതിനു പുറമെ ഇന്നലെ നടന്ന പ്രതിനിധി സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം റഹീമിനെതിരെ ഉയർന്നിരിക്കുന്നത്. റഹീം അഖിലേന്ത്യാ പ്രസിഡന്റാണ്, പക്ഷേ ആ വിധത്തിൽ വേണ്ടുന്ന കാര്യങ്ങളൊന്നും റഹീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഒരു വിമർശനമായി ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ പണിയെടുക്കുന്നത് പോലെയാണ് റഹീം പ്രവർത്തിക്കുന്നത്. അത്തരത്തിലാണ് റഹീമിന്റെ പ്രവർത്തനമുള്ളൂ. അതിന് മുകളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും, വേണ്ടുന്ന കാര്യങ്ങളൊന്നും അവിടെ നിന്നും ഉണ്ടാകുന്നില്ല. റഹീമിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ദേശീയ വിഷയങ്ങളിൽ കാര്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ചില പ്രതിനിധികൾ ഈ പ്രതിനിധി സമ്മേളനത്തിൽ വിമർശനമായി ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളിലും വിമർശനം ഉയർന്നിരുന്നു. ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ നിഴലായി ജീവിച്ചു പോരുകയായിരുന്നു സംഘടന ഇത്രയും കാലം എന്നുള്ളതാണ് ചില പ്രതിനിധികൾ അത് ആക്ഷേപമായി ഉയർത്തിയത്. ഈ റഹീമിനൊപ്പം തന്നെ സച്ചിൻ ദേവിനും എതിരെയും വലിയൊരു വിമർശനം ഇന്നലെ പ്രതിനിധി സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മത്സരിപ്പിച്ച സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചതും അത് അടിമുടി പാളിയ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളൊരു വിമർശനവും ഇന്നലെ ഉയരുകയുണ്ടായിരുന്നു. ഏതായാലും വരും നാളുകളിലെങ്കിലും കൃത്യമായി എവിടെയാണ് പാളിയതെന്ന് മനസ്സിലാക്കി കൃത്യമായി യുവജന സംഘടന, അതായത് യുവജനങ്ങളുടെ വിഷയങ്ങൾ കൂടുതൽ ഇടപെടുകയാണെങ്കിൽ കൂടുതൽ ആർജവത്തോടെ ഇനിയും മുന്നോട്ട് പോകാനാകും. അങ്ങനെയാണ് വേണ്ടത് എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇന്നലെ നടന്ന ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ നേതാക്കളിൽ നിന്നും ഉയർന്നു വന്നത്. ജില്ലയിലെ ഡിവൈഎഫ്ഐ നേതൃത്വം പോലും പോരായിരുന്നു, അത് നഗരം കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു ജില്ലാ നേതൃത്വം ഇത്തരം കാലം പ്രവർത്തനം നടത്തിയതെന്നുള്ള ഉൾപ്പെടെയുള്ള വിമർശനങ്ങളും ഇന്നലെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടി തലത്തിൽ ഉള്ള വിമർശനങ്ങൾ തുടരുകയാണ്. തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ ഉയരുന്നത്. അത് നിലയ്ക്ക് ഗൗരവത്തോടെ സ്വീകരിച്ച് നേതാക്കൾ മുന്നോട്ട് പോകുമെന്നാണ് അണികളും കരുതുന്നത്.